ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മപ്പെരുന്നാളിൻ്റെ ഈ സന്ധ്യയിൽ നമസ്കാരത്തിന് പ്രധാന കാർമ്മികത്വം വഹിച്ച അഭിമന്യ ജോഷുവ മാർ നിക്കോദീമോസ് മെത്രാപ്പോലിത്ത തിരുമേനി, വന്യരായ റമ്പാച്ചന്മാർ, പരിമല സെമിനാരി മാനേജരായിരിക്കുന്ന MC കുറിയാക്കോസ് അച്ഛൻ, പരിമല ആശുപത്രിയുടെ CEO ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട MC പൗലോസ് അച്ഛൻ, വിളനിലത്ത് മത്തായി അച്ഛൻ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സഭയുടെ സുപ്രധാനമായ ഒരു മാറാനായ പെരുന്നാളാണല്ലോ നാളെ നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. അതിന് മുഖാന്തരമായിരിക്കുന്നത് അപ്പസ്തോലന്മാരിൽ തലവനായ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരാണ് എന്നുള്ളത് നാം തിരിച്ചറിയുന്നു. ഈ ദേവാലയം പ്രത്യേകിച്ച് ആ പരിശുദ്ധന്മാരുടെ നാമത്തിലാണല്ലോ അറിയപ്പെടുന്നത്. ഈ സന്ധ്യയിൽ ഈ പുണ്യപിതാക്കന്മാരെ അനുസ്മരിക്കുന്ന ഈ വേളയിൽ തിരുവചനത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു. ഞാൻ വാക്സാമർഥ്യമില്ലാത്തവൻ എങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല. ഞങ്ങളത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാ വിധത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തുവോ? പരിശുദ്ധനായ പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ നാം ശ്രവിച്ചത്. പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം, തികച്ചും വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിൽ ജീവിക്കുകയും വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ വച്ചുപുലർത്തുകയും വ്യത്യസ്തങ്ങളായ മനോഭാവവും സ്വഭാവരീതികളും ഉണ്ടായിട്ടും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് സഭയുടെ അടിസ്ഥാന ശിലകളായി മാറിയവരാണ് എന്നുള്ളതാണ്. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ പ്രധാനമായും പുതിയ നിയമത്തിൽ നിന്ന് തന്നെയാണ്. അതിലേറ്റവും ആദ്യം എഴുതപ്പെട്ട ലേഖനങ്ങളിൽ ഒന്നായ ഗലാത്യ ലേഖനത്തിൽ തന്നെ പത്രോസും പൗലോസും എങ്ങനെയാണ്
പരസ്പരം ബന്ധപ്പെട്ടിരുന്നത് എന്നുള്ളത് 1ഉം 2ഉം അധ്യായങ്ങളിൽ നാം വായിക്കുന്നു. പൗലോസിൻ്റെ മറ്റ് ലേഖനങ്ങളിലും പത്രോസ് പ്രതിനിധീകരിച്ച സഭയെ സംബന്ധിച്ച്, വിശ്വാസത്തെ സംബന്ധിച്ചൊക്കെയും നമുക്ക് അറിവുകൾ ലഭിക്കുന്നുണ്ട്. അതിലൊക്കെ ഉപരിയായി പൗലോസിൻ്റെ പ്രിയ ശിഷ്യനായ ലൂക്കോസ് എവങ്കലിസ്തൻ എഴുതിയ അപ്പസ്തോല പ്രവർത്തികളിലാണ് ഈ 2 ശിഷ്യന്മാരെ സംബന്ധിച്ച്, 2 അപ്പസ്തോലന്മാരെ സംബന്ധിച്ച് വിശദമായി ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കുന്നത്. അപ്പസ്തോല പ്രവർത്തികൾ എന്നാണ് പുസ്തകത്തിന് പേരെങ്കിലും പ്രധാനമായും ഈ 2 അപ്പസ്തോലന്മാരെ സംബന്ധിച്ച് മാത്രമാണ് ആ പുസ്തകത്തിൽ വർണ്ണനകളുള്ളത്. ആദ്യത്തെ 12 അധ്യായങ്ങളിൽ പത്രോസ് മുതലായവരെ കേന്ദ്രീകരിച്ചുള്ള സഭയെ സംബന്ധിച്ചും 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസ് പ്രതിനിധീകരിക്കുന്ന ക്രൈസ്തവ സഭയെ സംബന്ധിച്ചും അവിടെ നാം വായിക്കുന്നു. അതോടൊപ്പം തന്നെ പത്രോസ് ലീഹായുടെ നാമത്തിൽ എഴുതപ്പെട്ട 2 ലേഖനങ്ങളിലും നമുക്ക് ഈ 2 പിതാക്കന്മാർ ആരായിരുന്നു എന്ന് മനസ്സിലാക്കുവാനും അവർ നമ്മളെ പഠിപ്പിച്ച സുവിശേഷം എന്തായിരുന്നു എന്ന് തിരിച്ചറിയുവാനും സാധിക്കും. സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു സംഗതി, തികച്ചും വിരുദ്ധങ്ങളായ സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരും തികച്ചും വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ പുലർത്തിയിരുന്നവരുമാണ് ഈ 2 വലിയ പിതാക്കന്മാർ. പത്രോസിനെ സംബന്ധിച്ച് ഒരു മീൻപിടുത്തക്കാരനായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മറ്റ് ചെറുപ്പക്കാരോടൊപ്പം നിന്ന് വല വീശുകയും നേരം വെളുക്കും വരെ ഒന്നും ലഭിക്കാതെ ഇരുന്നപ്പോൾ കരയിൽ നിന്ന് കർത്താവ് പറഞ്ഞതനുസരിച്ച് വലത്തോട്ട് നീക്കി വല വീശി പെരുത്ത മീൻകൂട്ടം ശേഖരിക്കുകയും ചെയ്ത ശീമോൻ കരയിൽ നിൽക്കുന്നത് യേശുദമ്പുരാനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഉടൻ തന്നെ വെള്ളത്തിൽ ചാടുകയാണ്. കർത്താവിൻ്റെ കാൽക്കൽ വീണ് എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് യാചിക്കുകയാണ്. യേശുവിൻ്റെ അടുക്കൽ വരുന്നതിന് മുൻപ് പത്രോസ് ആരായിരുന്നു എന്നുള്ളതിന് ഒത്തിരി വിവരണങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം കാണുന്ന മനോഹരമായ ഒരു ദൃശ്യമുണ്ട്. യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് യേശു തമ്പുരാൻ അതിലേക്ക് കടന്നു പോകുന്നത്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ യോഹന്നാനെ വിട്ട് യേശുവിനെ അനുഗമിച്ച 2 സഹോദരങ്ങൾ അന്ത്രയോസും തൻ്റെ സഹോദരനായ ശീമോനുമായിരുന്നു. ഇങ്ങനെ യേശുവിന് മുൻപ് ഉള്ള പത്രോസിന്റെ സാഹചര്യം അത്തരത്തിലുള്ള ഒന്നായി നമുക്ക് കാണുവാൻ സാധിക്കും. പൗലോസ് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിൽ വളർന്നു വന്നവനാണ്. അപ്പോസ്തല പ്രവർത്തികൾ 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അദ്ദേഹം ജനിച്ചു വളർന്നത് കിലിക്കിയയിലെ തർസോസ് എന്ന് പറയുന്ന യോനാ ദീർഘദർശി പോകുവാൻ ആഗ്രഹിച്ച ആ നഗരത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്. ഞാൻ 8-ാം ദിവസം പരിച്ഛേദന ഏറ്റവനാണ്. ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്. ബെന്യാമീൻ ഗോത്രത്തിലെ അതിപ്രഗത്ഭനായ ആളായിരുന്നു ഇസ്രായേലിലെ 1-ാമത്തെ രാജാവായ ശൗൽ. ആ ബെന്യാമീൻ ഗോത്രത്തിലെ ഏറ്റവും പ്രമുഖമായ നാമം തന്നെയാണ് പൗലോസിനും ഉണ്ടായിരുന്നത്. ശൗൽ എന്നുള്ള പേര് തന്നെയായിരുന്നു. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നു,
ഞാൻ നീതി സംബന്ധിച്ച് ഒരു പരീശനാണ്, ഞാൻ എൻ്റെ ആളുകളുടെ ഇടയിൽ എരിവുള്ള ഒരു പ്രവർത്തകനാണ്. ഇങ്ങനെ തന്നെപ്പറ്റി പൗലോസ് പറയുന്ന പല ഭാഗങ്ങളുമുണ്ട്. വേറൊരു ഭാഗത്ത് പറയുന്നു, ഞാൻ യെരൂശലേമിലെ മഹാഗുരുവായിരുന്ന ഗമാലിയേലിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ഒരിടത്ത് തികച്ചും ഗ്രാമീണമായ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന മത്സ്യബന്ധനക്കാരനായ ശീമോൻ എന്ന് പറയുന്ന യുവാവ്, മറ്റൊരിടത്ത് വലിയ സാംസ്കാരിക കേന്ദ്രവും വലിയ നഗരവുമായിരുന്ന തർശീസിൽ ജനിച്ചു വളർന്ന ഉന്നത കുലീന ആയ പൗലോസിനെയാണ് കാണുന്നത്. തൻ്റെ മാതാപിതാക്കൾ, തൻ്റെ പഠനം, തൻ്റെ ഉദ്യോഗം, ഇതൊക്കെയും പൗലോസ് പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയിൽ 28-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ തന്നെ വിസ്തരിക്കുന്ന ആളുകളോട് പൗലോസ് പറയുന്നു, ഞാൻ റോമ പൗരനാണ്, എന്നെ വിസ്തരിക്കണമെങ്കിൽ റോമിൽ വേണം വിസ്തരിക്കുവാൻ. അങ്ങനെ 2-3 സംസ്കാരങ്ങളുടെ ഉടമയായിരുന്നു പൗലോസ്. മാതാപിതാക്കൾ യഹൂദ വംശത്തിലുള്ളവർ, താൻ പഠിച്ച് വളർന്നു വന്നത് ഗ്രീക്ക് പശ്ചാത്തലത്തിൽ, യഹൂദ പാരമ്പര്യം താൻ പഠിച്ചത് യെരൂശലേമിലെ മഹാഗുരുവായ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ന് ഓക്സ്ഫോർഡിലും ഹാർവാർഡിലും പഠിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് അന്ന് യെരൂശലേമിൽ പോയി ഗമാലിയേലിന്റെ കീഴിൽ പഠിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ജന്മം കൊണ്ടും പഠനം കൊണ്ടും തീഷ്ണത കൊണ്ടും സമൂഹത്തിന്റെ മുൻപന്തിയിൽ നിന്ന ഒരാളായിരുന്നു പൗലോസ് എന്ന് പറയുന്നു. ഈ രണ്ടുപേരും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ജനിച്ചു വളർന്നവരാണ്. ശിമോൻ പത്രോസിന് ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നും അവകാശപ്പെടാനില്ല. പൗലോസ് ആകട്ടെ വളരെ വ്യക്തമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൂടെ പഠിക്കുകയും ഗ്രീക്ക് തത്വചിന്ത വശമാക്കിയ ആളുമായിരുന്നു. ആഥൻസിൽ പോയപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത് ഗ്രീക്ക് ഭാഷയിലാണ്. യെരൂശലേമിൽ പോയപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചത് എബ്രായ ഭാഷയാണ്. റോമിൽ തന്നെ വിസ്തരിക്കുമ്പോൾ ലത്തീൻ ഭാഷ അദ്ദേഹം ഉപയോഗിക്കുന്നു. അങ്ങനെ അന്നത്തെ പ്രൗഢഗംഭീരമായ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് പൗലോസ് എന്ന് പറയുന്നത്. രണ്ടാമത്, ഇവരുടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന പശ്ചാത്തലം നോക്കിയാൽ അവിടെയും വൈരുദ്ധ്യങ്ങളുണ്ട്. മത്സ്യബന്ധനക്കാരനായ ശീമോൻ യേശുവിനെ അനുഗമിക്കുന്നത് ലളിതമായ ഒരു പശ്ചാത്തലത്തിലാണ്. പൗലോസാകട്ടെ യേശുവിനെയും യേശുവിൻ്റെ സഭയെയും ഉപദ്രവിക്കുന്ന ആളായിരുന്നു. സ്വലപ്രവർത്തികൾ 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ശൗൽ വീടുതോറും കയറിയിറങ്ങി സ്ത്രീകളെയും പുരുഷന്മാരെയും വലിച്ചിഴച്ചുകൊണ്ട് അവരെ കൊല്ലുവാൻ ഏൽപ്പിച്ച് സഭയെ മുടിച്ചു പോന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ തീവ്രവാദിയായ ഒരു യുവാവ്, ടെററിസ്റ്റ് എന്ന് വേണമെങ്കിൽ. ഞാൻ പൗലോസിന്റെ സ്ഥാനം താഴ്ത്തിക്കാട്ടുകയല്ല. മറ്റുള്ള മനുഷ്യരെ മതപരമായ ആശയങ്ങളുടെ പേരിൽ കൊല്ലുവാൻ ഏൽപ്പിക്കാൻ പോലും മടിയില്ലാത്ത തീവ്രവാദിയായ ഒരു യുവാവായിരുന്നു ശൗൽ എന്ന് പറയുന്നത്. ഇപ്പൊ 2 വ്യത്യസ്തങ്ങളായ പശ്ചാത്തലങ്ങൾ അവിടെയും കാണുന്നു. പത്രോസിന്റെ പ്രവർത്തന മേഖല യെരൂശലേമിലും പാലസ്തീനിലും ഒക്കെയായിരുന്നു. പൗലോസിന്റെ പ്രവർത്തന മേഖല പാലസ്തീന് പുറത്തുള്ള യഹൂദ മതാനുസാരികളായ ആളുകളുടെ ഇടയിലാണ്. അപ്പോൾ ഒരാൾ മാതൃസഭയിൽ പ്രവർത്തിച്ചു, മറ്റേയാൾ ആ മതത്തിന്റെ ഡയോസ്പോറയിൽ പ്രവർത്തിച്ചു എന്ന് പറയും. ഇന്നിപ്പോ നമ്മൾ മലങ്കര സഭയെ പറ്റി പറയുമ്പോൾ സഭ വളർന്നു വലുതായിരിക്കുകയാണ്. കേരളത്തിലുള്ളത് ഒരു മാതൃസഭയാണ്. എന്നാൽ സഭ വളർന്ന് പന്തലിച്ചിട്ടുണ്ട് ലോകം മുഴുവൻ. അതിനെ നമ്മൾ വിളിക്കുന്നത് ഡയസ്പോറ എന്നാണ്. പത്രോസ് മാതൃസഭയെ പ്രതിനിധീകരിച്ചു, പൗലോസ് ആകട്ടെ ഡയസ്പോറയെ പ്രതിനിധീകരിക്കുന്ന ആളായി കാണുന്നു.
പത്രോസ് ഒത്തിരി സഭാപ്രവർത്തനങ്ങൾ നടത്തിയതായി നാം കാണുന്നില്ല. പൗലോസാകട്ടെ റോമാ സാമ്രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും കയറി ഇറങ്ങി പ്രധാന പട്ടണങ്ങളിലെല്ലാം സഭകൾ സ്ഥാപിച്ച് അനേകം ആളുകളെ ക്രിസ്തുവിലേക്ക് നേടിയ വലിയ അപ്പസ്തോലനാണ്. തിരുവചനം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു, പൗലോസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സഭ പാലസ്തീനിൽ ഒതുങ്ങിക്കൂടുമായിരുന്നു. സഭയെ ലോകത്തിലേക്ക് നയിച്ചത് പൗലോസാണ്. തെസലോനിക്കയിലും ഫിലിപ്പിയായിലും കൊരിന്തിലും ആഥൻസിലും ഗലാത്യയിലും എഫേസോസിലും കൊലോസിയയിലും തെസലോനിക്കയിലും അന്ന് റോമാ സാമ്രാജ്യത്തിലെ പ്രധാന പട്ടണങ്ങളിലെല്ലാം ഓടി നടന്ന് സുവിശേഷം അറിയിച്ചു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ പൗലോസിന്റെ 3 മിഷനറി യാത്രകളെ പറ്റി വായിച്ച് പഠിക്കുന്നുണ്ട്. ഏത് പട്ടണത്തിൽ ചെന്നാലും ആദ്യമേ അദ്ദേഹം സന്ദർശിക്കുന്നത് അവിടുത്തെ യഹൂദന്മാരുടെ സംഘാലയമാണ്. അവിടെ തിരുവചനം എടുത്തുകൊണ്ട്, തിരുവചനം എന്ന് പറഞ്ഞാൽ പഴയ നിയമം, അതെടുത്തുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ ഈ തിരുവചനം യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രസംഗിക്കുന്ന പൗലോസിന് പലപ്പോഴും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്, അറസ്റ്റിലാകേണ്ടി വന്നിട്ടുണ്ട്, ആളുകളുടെ കല്ലേറ് കൊള്ളേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി യാതനകൾ സഹിച്ച ഒരു വലിയ സുവിശേഷകനാണ് പൗലോസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു വൈരുദ്ധ്യം നോക്കിയാൽ, യേശുതമ്പുരാന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശുവിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച 12 പേരുടെ തലവനായിരുന്നു ശീമോൻ പത്രോസ്. പൗലോസ് ആകട്ടെ നസറായനായ യേശുവിനെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ളത് തിരുവചനം പറയുന്നില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ദർശനം ഒന്ന് മാത്രമാണ് പൗലോസിനെ അല്ലെങ്കിൽ ശൗലിനെ പൗലോസാക്കി മാറ്റുന്നത്. വീണ്ടും നാം നോക്കുമ്പോൾ, ആളുകളുടെ സ്വഭാവ രീതി വെച്ച് നോക്കുമ്പോൾ, പത്രോസ് ഒരല്പം ചഞ്ചല മനസ്കനായ ആളായിരുന്നു. ചിലപ്പോഴൊക്കെ ബാലിശമായി കൊച്ചുകുട്ടികളെ പോലെ പത്രോസ് പ്രവർത്തിച്ചിട്ടുണ്ട്. യേശു തമ്പുരാൻ വെള്ളത്തിന്മേലെ നടന്നപ്പോൾ പത്രോസ് പറഞ്ഞു, എനിക്ക് നടക്കണം. യേശു പറഞ്ഞു പോരെ. അല്പം നടന്നപ്പോൾ സംശയമാണ്, വീണു പോകുമോ, കാല് താണു പോകുകയാണ്. യേശു തമ്പുരാൻ തന്റെ മരണത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പത്രോസ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഞാന് നിന്നോടുകൂടെ ഉണ്ട്. യേശു പറഞ്ഞു, നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും. ആ രാത്രിയിൽ തള്ളിപ്പറഞ്ഞു. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പടയാളിയുടെ കാത് അറുത്തു കളയുകയാണ്. അപ്പൊ അല്പം ചടുലതയോടെ എന്നാൽ ചഞ്ചല മനസ്കനായി തുടക്കത്തിൽ പ്രവർത്തിച്ച ഒരാളാണ് പത്രോസ് എന്ന് പറയുന്നത്. പക്ഷെ പൗലോസ് ആകട്ടെ സ്ഥിരമാനസനായി തൻ്റെ വിദ്യാഭ്യാസ പശ്ചാത്തലവും തൻ്റെ അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ജീവിത രീതിയും ഒക്കെ കൊണ്ട് വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുവാൻ മടിയില്ലാത്തയാളായിരുന്നു. ഇങ്ങനെ ധാരാളം വൈരുദ്ധ്യങ്ങൾ ഈ 2 പേരിലും കാണാം. പിന്നെ എങ്ങനെ ഇവർക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചു? നമ്മൾ ആഴമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. സഭയെന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ഒരുപോലെ ചിന്തിക്കണം എന്നാരും പ്രതീക്ഷിക്കരുത്. സഭയെന്ന് പറയുമ്പോൾ വിഭിന്നങ്ങളായ ചിന്തകൾ വെച്ചു പുലർത്തുന്ന ആളുകൾക്ക് കൈകോർത്ത് പ്രവർത്തിക്കുവാനുള്ള മേഖലയുണ്ട് എന്ന് തെളിയിച്ച ആളുകളാണ് പത്രോസും പൗലോസും. സഭയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമാണ് എന്നാരും ചിന്തിക്കരുത്. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം ഈ പുരാതന സഭയെ വ്യാഖ്യാനിക്കുന്നവർ, ഇതിലെ ആരാധനാ രീതികളെ സ്വാംശീകരിച്ചിരിക്കുന്നവർ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം പൗലോസിനെ പോലെ അഖില ലോകമായ ഒരു ഭൂമിക ഈ സഭയ്ക്കുണ്ട് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഞാൻ ഒരു സംഭവം വേദപുസ്തകത്തിൽ തന്നെ പറയട്ടെ. ഇവരൊരുമിച്ച് കൈകോർത്ത് പ്രവർത്തിച്ച സംഭവം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോസ്തല പ്രവർത്തികൾ 15-ാം അധ്യായത്തിലെ യെരൂശലേം സുന്നഹദോസ് എന്ന് വിളിക്കാമോ എന്നറിഞ്ഞുകൂടാ. കാരണം പിൽക്കാല സുന്നഹദോസുകളുടെ രൂപമൊന്നും യെരൂശലേമിലെ മൂപ്പന്മാരുടെ സമ്മേളനത്തിന് ഉണ്ടായിരുന്നില്ല. പിൽക്കാല സുന്നഹദോസുകളൊക്കെ
രാജാക്കന്മാരെ വിളിച്ചുകൂട്ടിയ വലിയ സദസ്സുകളാണ്. ഇതങ്ങനെയല്ല. സഭാ നേതാക്കന്മാർ, മൂപ്പന്മാർ ഒരുമിച്ച് കൂടിയ യെരൂശലേമിലെ മഹാസമ്മേളനം. സമ്മേളനം കൂടുവാനുള്ള പ്രധാന കാരണം സഭയിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു ചേരിതിരിവാണ്. ഒരു കൂട്ടം ആളുകൾ പറയുന്നു, ഈ സഭ യെരൂശലേമിലെ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം. ഈ സഭയിലെ അംഗങ്ങളാകുന്നവർ യഹൂദ മതത്തിൽപ്പെട്ടവർ മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാത്ത ആളുകളാണെങ്കിൽ ആദ്യം യഹൂദനാകണം, എന്നിട്ട് സ്നാനമേൽക്കണം. ഇതാണ് തീവ്രവാദികളായ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞത്. പൗലോസും തൻ്റെ സന്തത സഹചാരിയായ ബർന്നബാസും പറഞ്ഞു, ഈ സുവിശേഷം എന്ന് പറയുന്നത് ഇത്തരത്തിലല്ല മനസ്സിലാക്കേണ്ടത്. യഹൂദ പശ്ചാത്തലത്തിലുള്ള ആളുകൾ പരിച്ഛേദന സ്വീകരിച്ചിട്ട് സ്നാനമേൽക്കട്ടെ, ആരും അതിനെ വിരോധിക്കേണ്ട. എന്നാൽ യവന പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ, റോമ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ, അവരെന്തിന് പരിച്ഛേദന ഏൽക്കണം? അവര് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കട്ടെ. ഇത് വലിയ വഴക്കിന് കാരണമായി. അപ്പോഴാണ് ഈ യെരൂശലേമിൽ ഈ സമ്മേളനം കൂടുന്നത്. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ എന്ന് വിളിക്കാവുന്ന യെരൂശലേമിലെ വിശുദ്ധ യാക്കോബാണ്. കർത്താവിന്റെ സഹോദരനായ യാക്കോബാണ് ഒന്നാമത് മാർപ്പാപ്പ എന്ന് വിളിക്കപ്പെടേണ്ടയാൾ. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുന്നത്. അപ്പോൾ പൗലോസും ബർന്നബാസും അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു. തീവ്രവാദികളായ പരീശന്മാർ ശക്തമായി എതിർത്തു. അപ്പോൾ പത്രോസ് അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയാണ്. ഈ ബർന്നബാസും ശൗലും ഈ പൗലോസും നടത്തിയ സുവിശേഷ വേലകൾ നിങ്ങൾ മനസ്സിലാക്കണം. അനേകം ആളുകളെ ഇവരുടെ പ്രസംഗം കൊണ്ട് ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തി. അതുകൊണ്ട് നമ്മൾ സങ്കുചിത മനസ്കരായി അല്ല പ്രവർത്തിക്കേണ്ടത്. സുവിശേഷത്തിന്റെ കൈ ഇവർക്ക് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ മീറ്റിംഗിന്റെ തീരുമാനവും അറിയിച്ചു. അപ്പൊ രണ്ട് സംസ്കാരങ്ങളിൽ വന്ന ആളുകൾ എങ്ങനെ കൈകോർത്ത് പ്രവർത്തിച്ചു എന്ന് അവിടെ നമ്മൾ കാണുന്നു. പത്രോസ് വലിയ പണ്ഡിതനല്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അപ്പസ്തോല പ്രവൃത്തികളില് പത്രോസിന്റെ പ്രസംഗങ്ങൾ വായിച്ചാൽ അദ്ദേഹം ഗ്രാമീണനായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മഹാമനസ്കത നമുക്ക് മനസ്സിലാകും. ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പസ്തോല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയപ്പോ പത്രോസ് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അവിടെ അദ്ദേഹം ആദ്യം പരാമർശിക്കുന്നത് യൂദ ഇസ്കറിയോത്തായുടെ കാര്യമാണ്. വേണമെങ്കിൽ പത്രോസിന് യൂദ ഇസ്കറിയോത്തായെ ധാരാളം കുറ്റപ്പെടുത്താമായിരുന്നു. വേണമെങ്കിൽ യൂദ ഇസ്കറിയോത്തയെ തള്ളിപ്പറയാമായിരുന്നു, ശപിച്ചു തള്ളാമായിരുന്നു. പക്ഷേ പത്രോസിന്റെ ആ പ്രസംഗത്തിൽ പറയുന്നത് ഇതൊക്കെയും നടക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞ് വിഷയം അവസാനിപ്പിക്കുകയാണ്. ഞാനിത് പറഞ്ഞു വന്നത് ഈ രണ്ടു പേർക്കും താൽക്കാലികങ്ങളായ കാര്യങ്ങളൊന്നും വലിയ വിഷയങ്ങളായിരുന്നില്ല. സ്ഥായിയായി നിൽക്കുന്നത് എന്താണ് ഒരു സഭയെ പണിതുറപ്പിക്കുവാൻ ഏറ്റവും അത്യാവശ്യമായ കാര്യം? കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഇടപെട്ട് സമയം പാഴാക്കുവാനും പരസ്പരം പഴിചാരുവാനും ശപിക്കുവാനും അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഇവിടെ രണ്ടുപേരെയും നാം കാണുന്നില്ല. മറിച്ച് അവർ രണ്ടുപേരും തങ്ങളുടെ ദൈവവിളിയെ സംബന്ധിച്ച് ഉറപ്പുള്ളവരായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വിളിച്ചു വേർതിരിച്ച കർത്താവ് മുഖേന എന്ന് പറയുന്നു. തന്റെ വിളിയെപ്പറ്റി ബോധപ്പെട്ടിരിക്കുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിൻ. ദൈവത്തിന്റെ വിളി ഉറപ്പാക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ് ഈ രണ്ട് ശിഷ്യന്മാരും. പ്രിയമുള്ളവരെ, ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന നാം ഈ ദൈവവിളിയെ സംബന്ധിച്ച് ഉറപ്പുള്ളവരാണോ? ഇവിടെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ധാരാളം എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. എന്തിനാണ് നിങ്ങൾ ഈ നഴ്സിംഗ് പഠനത്തിലേക്ക് തിരിഞ്ഞത്?
യൂറോപ്പിലും അമേരിക്കയിലും പോയി ജോലി നേടാനാണോ? നല്ല ഭർത്താക്കന്മാരെ കിട്ടി നല്ല കുടുംബം നയിക്കാനാണോ? ഇഷ്ടം പോലെ കാശ് സമ്പാദിക്കാനാണോ? എന്താണ് നിങ്ങളുടെ വിളി? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. എന്താണ് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ്? നമ്മെല്ലാവരും ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. യിരെമ്യാ പ്രവാചകൻ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോ നീ എന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. നമ്മയൊക്കെയും ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളല്ല നമുക്ക് പ്രധാനമായിട്ടുള്ളത്. നമുക്ക് പ്രധാനമായിട്ടുള്ളത് നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. രണ്ടാമത്, ഈ രണ്ടുപേരും യേശുക്രിസ്തുവിൻ്റെ കുരിശിനെ സംബന്ധിച്ച് ബോധ്യമുള്ളവരായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കുരിശ് പൗലോസ് പ്രസംഗിച്ചു, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും കുരിശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള ഭാഗത്ത് പറയുന്നു, നിങ്ങൾ ക്രിസ്തു നിമിത്തം കഷ്ടം അനുഭവിക്കുവിൻ. കള്ളനായിട്ടോ കൊള്ളക്കാരനായിട്ടോ വ്യഭിചാരിയായിട്ടോ അല്ല കഷ്ടം സഹിക്കേണ്ടത്, ക്രിസ്തു നിമിത്തം കഷ്ടം സഹിക്കുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. രോഗങ്ങളുള്ളവരുണ്ട്, സാമ്പത്തിക കടബാധ്യതയുള്ളവരുണ്ട്, മക്കളുടെ ഭാവിയെപ്പറ്റി ഉത്കണ്ഠയുള്ളവരുണ്ട്. അങ്ങനെ എന്തെല്ലാം ഭാരങ്ങളും പ്രയാസങ്ങളുമാണ് നമ്മയൊക്കെ അലട്ടുന്നത്. ഈ അപ്പസ്തോലന്മാരെ അലട്ടിയത് ഇങ്ങനെയുള്ള നിസ്സാര പ്രശ്നങ്ങളല്ല. അവരെ അലട്ടിയത് ഈ ലോകത്തിൽ ക്രിസ്തുവിനെ എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ള വേദനയാണ്. എങ്കിലും പ്രസവ വേദനപ്പെടുന്നതായ അമ്മയെ പോലെ ഞാൻ നിങ്ങളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നു എന്നാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. പ്രസവിക്കാൻ പോകുന്ന ഒരമ്മ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുവാൻ വേദന അനുഭവിക്കുന്നത് പോലെ യേശുക്രിസ്തുവിലേക്ക് ആത്മാക്കളെ നേടുവാനുള്ള അതിവേദന, ആ വലിയ ആവേശം പത്രോസും പൗലോസും ഒക്കെ കാട്ടുകയാണ്. അവസാനമായി രണ്ടുപേരുടെയും ലേഖനങ്ങളിൽ കുടുംബ ജീവിതത്തിന്റെ ഭദ്രത എടുത്തു പറയുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ധാർമ്മികമായ ചില ചട്ടക്കൂടുകൾ ഉണ്ടാവണം. ഈ കഴിഞ്ഞ ആഴ്ച മദ്യ നിരോധനത്തിൻ്റെയും ആന്റി നർക്കോട്ടിക് ഡേ ആയിരുന്നു. അവിടെ പരാമർശിക്കപ്പെട്ട ഒരു സമ്മേളനത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു വിഷയം, ഇന്ന് ഈ സമൂഹത്തെ മദ്യം കീഴ്പ്പെടുത്തിയിരിക്കുന്നു. മദ്യ വ്യവസായമാണ് ഇന്ന് അധികാരം കൈയാളുന്ന ആളുകളുടെ പിറകിലുള്ളത്. അത് ഇടതായിരുന്നാലും വലതായിരുന്നാലും മദ്യത്തിൻ്റെ, മദ്യവ്യാപാരത്തിൻ്റെ, മദ്യവ്യവസായത്തിൻ്റെ, മദ്യപാനികളുടെ സ്വാധീനം വളരെ വലുതായിരിക്കും. അതിനെതിരെ ശബ്ദിക്കുവാൻ സമൂഹത്തിൽ ആളുകൾ കുറഞ്ഞു പോയിരിക്കുന്നു. അതിലും ഭീകരമായ കാര്യം, സഭയിൽ പോലും അതിനെതിരെ ഒരു വാക്ക് ശബ്ദിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം സഭയുടെ ഉള്ളിലും മദ്യപന്മാരുടെ എണ്ണം കൂടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ശാന്തമായി പരിമല തിരുമേനിയുടെ കവറിൽ ഇരുന്നു കൊണ്ട് നമുക്കൊന്ന് ആലോചിക്കാം. ഈ മദ്യമാണോ നമുക്ക് ആവേശം തരേണ്ടത്? ഈ മദ്യത്തിന്റെ ലഹരിയാണോ നമുക്ക് ആവേശം തരേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ ലഹരി അല്ലയോ നമ്മെ നയിക്കേണ്ടത്? പരിശുദ്ധാത്മാവ് നൽകുന്ന ലഹരിക്കപ്പുറമായി വിശ്വാസിക്ക് മറ്റൊരു ലഹരിയില്ല എന്നുള്ളത് ഓർത്തുകൊള്ളുവീൻ. നമ്മുടെ ദുർനടപ്പും നമ്മുടെ ദുർഭാഷണവും നമ്മുടെ അനീതികളും നമ്മുടെ അധർമ്മവും നമ്മുടെ കൊള്ളരുതായ്മയും എല്ലാം പരിശുദ്ധാത്മാവിന് എതിരായി ചെയ്യുന്ന പാപങ്ങളാണ് എന്നുള്ളത് ഈ അപ്പസ്തോലന്മാർ നമ്മെ സൂചിപ്പിക്കുകയാണ്. ഒരു വാക്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. നിങ്ങളോ
അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ് എന്ന് പത്രോസ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. നമുക്ക് ഈ അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ച, നമുക്ക് അപ്പസ്തോലിക പാരമ്പര്യം വലിയൊരു കൈമുതലാണ്. ഈ പെരുന്നാൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണം. നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചു ലോകങ്ങളിൽ, നമ്മുടെ ഗാർഹികമായ പശ്ചാത്തലത്തിൽ, നമ്മുടെ ഔദ്യോഗികമായ വേദികളിൽ ഈ അപ്പസ്തോലന്മാർ കാത്തു സൂക്ഷിച്ച മർമ്മങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരവസരം തന്ന് അതിനായി ക്ഷണിച്ച പരിമല സെമിനാരി മാനേജർ MC കുര്യാക്കോസച്ചനോടുള്ള നന്ദി അറിയിക്കുന്നു. അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യം വലിയൊരു സന്തോഷമാണ്. വൈദിക സെമിനാരിയിൽ ഒരേ സമയം പഠിച്ചവരാണ് ഞങ്ങൾ ഇരുവരും എന്നുള്ളത് കൊണ്ട്, സതീർത്ഥരാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു വലിയ സന്തോഷമുണ്ട്. വൈദികരുടെ ഒക്കെയും സാന്നിധ്യത്തിലുള്ള സന്തോഷം അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.